7-ാം വയസ്സിൽ ഒരു കൊച്ചുബാലൻ്റെ ഉള്ളിൽ മുട്ടിട്ട സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ കഥ എളിയ വാക്കുകളിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏപ്രിൽ 3, 2005 അതൊരു ഞായറാഴ്ചയായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിടവാങ്ങിയ ദിനം. കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ദേവാലയത്തിലെ അൾത്താരയ്ക്ക് മുൻപിൽ മുട്ടുകുത്തി നിന്ന ആ 7 വയസ്സുകാരൻ്റെ മനസ്സിൽ ഒരു വലിയ അനുരാഗം ജനിച്ചു. അവൻ മോഹിച്ചതും പ്രണയിച്ചതും പട്ടുവസ്ത്രങ്ങൾ ധരിച്ച ബലിയർപ്പിക്കാൻ വരുന്ന പുരോഹിതനെയോ പട്ടുവസ്ത്രത്തെയോ അല്ലായിരുന്നു. മറിച്ച് ആ പുരോഹിതൻ്റെ നിർമ്മലമായ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച അപ്പകഷ്ണത്തെ ആയിരുന്നു. ആ അപ്പം വെറുമൊരു അപ്പമല്ല, മറിച്ച് സകലത്തിൻ്റെയും ഉടയവനും കർത്താവുമായ ദൈവമാണെന്ന് അവൻ്റെ അപ്പൻ പഠിപ്പിച്ചിരുന്നു. അന്നു മുതൽ അവിടുത്തെ സ്വീകരിക്കുവാൻ അവൻ തന്നെ ഒരുക്കി തുടങ്ങി. പതിയെ അതൊരു തീവ്ര പ്രണയമായി മാറി. ദിവസവും അതിരാവിലെ 5:30 അവൻ ഉണരുന്നത് തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന രക്ഷകനായ ദൈവത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമായിരുന്നു. അവിടുത്തെ കാണാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് അവൻ്റെ ഹൃദയം തിരിച്ചറിഞ്ഞു. ഓരോ കുർബാനയിലും എല്ലാവരുടെയും നാവുകളിലേക്ക് അവിടുന്ന് ഇറങ്ങിച്ചെല്ലുന്നത് അവൻ കൊതിയോടെ നോക്കി നിന്നു. ഒടുവിൽ 9-ാം വയസ്സിൽ അവനും ആ ഭാഗ്യം കൈവന്നു. പൂർണ്ണമായ ഒരുക്കത്തോടെ ആദ്യ കുമ്പസാരത്തിന് ശേഷം അവിടുത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയ ആ ഞായറാഴ്ച മെയ് 26, 2007 അവൻ്റെ അപ്പൻ അവനോട് പറഞ്ഞു, മോനെ, ഇതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. സകലത്തിൻ്റെയും രാജാവായ ക്രിസ്തുരാജൻ, ലോകത്തിൻ്റെ രക്ഷകൻ, ഇതാ നിൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന അതിമനോഹരമായ ദിവസവും നിമിഷവുമാണ്. അതുകൊണ്ട് ഇത് നീ എപ്പോഴും ഓർക്കുക. ലോകത്തിൽ ആരെല്ലാം നിന്നെ മറന്നാലും ഉപേക്ഷിച്ചാലും നിന്നെ ഒരിക്കലും മറക്കാതെ സംരക്ഷിക്കുന്ന, നിനക്കായി കൊതിയോടെ കാത്തു നിൽക്കുന്ന ഒരു അപ്പൻ നിനക്കുണ്ട്. അത് ഞാനല്ല. ഒരു പക്ഷേ ഈ ജീവിതയാത്രയിൽ ഞാനും നിന്നെ കൈവിട്ടേക്കാം. എന്നാൽ അവിടുന്ന് നിന്നെ ഒരിക്കലും കൈവിടില്ല. ഏതു അവസ്ഥയിലും അവിടുന്ന് നിനക്ക് തുണയാകും. അതുകൊണ്ട് ഇന്ന് നീ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യനാഥനോട് സംസാരിക്കണം. അവിടുത്തെ സ്നേഹം നീ തിരിച്ചറിയണം. ദൈവം സ്നേഹമാണെന്ന് വിശ്വസിക്കാൻ ആ കൊച്ചുബാലന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ അപ്പൻ അവന് എന്നും സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു. അപ്പൻ പരിചയപ്പെടുത്തിയ ആ വലിയ സ്നേഹത്തെ അവൻ പൂർണ്ണ വിശ്വാസത്തോടും ബോധ്യത്തോടെയും സ്വീകരിച്ചു. പിന്നീട് അവൻ അൾത്താരബാലനായി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. രാജാതിരാജനായ ഈശോയെ ബലിപീഠത്തിൽ ധൂപത്താൽ ശുശ്രൂഷിക്കുന്നത് അവന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമായി മാറി. സെമിനാരിയിൽ ചേരുന്നതുവരെ അവൻ വിശ്വസ്തയോടെ ആ ശുശ്രൂഷ തുടർന്നു. എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ കരങ്ങളാൽ ദിവ്യകാരുണ്യനാഥനെ ലോകത്തിനു മുൻപിൽ ഉയർത്താൻ കഴിയുമെന്ന് അവൻ സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിന് താങ്ങും തണലുമായി നിന്ന ക്രിസ്തുരാജ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരെയും അവിടെ ജനിച്ചു വളർന്ന് എനിക്ക് നല്ല മാതൃകൾ നൽകി വൈദികനാകാൻ പ്രചോദനമായ പ്രിയപ്പെട്ട മറ്റ് അച്ഛന്മാരെയും ഈ അവസരത്തിൽ വലിയ കടപ്പാടോടെയും നന്ദിയോടെയും ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ അവസരത്തിൽ പൊയ്യ മദർ തെരേസ ഗ്രില്ലോ കോൺവെൻറ്റിലെ സിസ്റ്റർമാരെയും പ്രത്യേകിച്ച് എന്നെ മതബോധനം പഠിപ്പിക്കുകയും ആത്മീയമായി വളർത്തുകയും ചെയ്ത സിസ്റ്റർ റോസ്ലിയെയും സ്നേഹത്തോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 10ാം ക്ലാസ് പഠനം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചു. എന്നാൽ അത്ര പക്വതയായിട്ടില്ല എന്ന് കരുതി അവർ ആദ്യം അത് വകവെച്ചില്ല. +2 കഴിഞ്ഞിട്ടും ഈ ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നോക്കാം എന്നായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ ആ സ്വപ്നം എൻ്റെ ഉള്ളിൽ അത്രമേൽ വേരുറച്ചതുകൊണ്ട് ഒടുവിൽ അവർ സമ്മതിച്ചു. അപ്പൻ്റെ സുഹൃത്തുക്കൾ സെമിനാരിയിൽ പോകുന്ന കാര്യം ചോദിക്കുമ്പോഴെല്ലാം റിസൾട്ട് വരട്ടെ എന്ന് ഞാൻ പറയുമായിരുന്നു. കാരണം +2 പാസ്സാകില്ലെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫിസിക്സിനും കെമിസ്ട്രിക്കും 8 നിലയിൽ പൊട്ടി. പിന്നീട് സപ്ലിമെൻ്ററി പരീക്ഷയിലൂടെ നല്ല മാർക്കോടെ വിജയം കരസ്ഥമാക്കി. സത്യത്തിൽ വൈദികനാകാനുള്ള വഴി ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതായിരുന്നു. വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ, മേരി മാതാ പ്രൊവിൻസിലെ അച്ഛന്മാർ എന്നെ ഒരുപാട് സഹായിച്ചു, സ്നേഹിച്ചു. എന്നെ ഞാനാക്കി മാറ്റിയതും വളർത്തിയതും അവരാണ്. പ്രത്യേകിച്ച് ഗുഡ് ഷെപ്പേർഡ് ആന്ധ്ര തെലങ്കാന റീജിയനിലെ എല്ലാ വൈദികരെയും എൻ്റെ റീജൻസി കാലം തൊട്ട് എന്നോടൊപ്പം ആയിരുന്ന, എന്നെ ഞാനാക്കി മാറ്റിയ എല്ലാ അച്ഛന്മാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെമിനാരി കാലഘട്ടത്തിൽ ദൈവവിളി പ്രതിസന്ധികളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടാകുമെന്ന് കേട്ടിരുന്നെങ്കിലും
ഞാൻ അത് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ തിയോളജി പഠനകാലത്ത് ഞാനത് അനുഭവിച്ചു. മനസ്സിൽ വല്ലാത്തൊരു ശൂന്യതയും സങ്കടവും നിറഞ്ഞ കാലം. എന്താണ് സംഭവിക്കുന്നതെന്ന് ആരോടും പറഞ്ഞു മനസ്സിലാക്കാൻ പോലും എനിക്ക് സാധിച്ചിരുന്നില്ല. സന്തോഷമില്ലാതെ ആരോടും ഒന്നും പങ്കുവയ്ക്കാൻ തോന്നാതെ ഞാൻ തളർന്നുപോയി. അപ്പോഴാണ് അപ്പൻ്റെ വാക്കുകൾ ഞാൻ ഓർത്തത്. ഞാൻ നേരെ സക്രാരിയുടെ അടുത്ത് ചെന്ന് ആ സക്രാരിയിൽ തൊട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ, നീ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പോൾ പത്രോസിനെ പോലെ ഞാനും കടലിൽ മുങ്ങിപ്പോകുകയാണ്. നീ എന്നെ പിടിച്ചുയർത്തിയില്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകും. വളരെ ഹൃദയസ്പർശിയായിട്ടാണ് ഞാനത് പറഞ്ഞത്. അവിടെ നിന്നിറങ്ങിയ ശേഷം പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടില്ല. ഭാവിയിൽ എന്തു വന്നാലും എൻ്റെ ഈശോ എന്നെ കൈപിടിച്ചുയർത്തുമെന്ന പൂർണ്ണ ബോധ്യം ഇന്ന് എനിക്കുണ്ട്. അപ്പാ, നിങ്ങളാണ് എൻ്റെ ഹീറോ. നിങ്ങളില്ലാതെ ഞാൻ ഒന്നുമല്ല. അമ്മേ, പ്രാർത്ഥിക്കാനും കുരിശു വരയ്ക്കാനും പഠിപ്പിച്ചത് അമ്മയാണ്. അമ്മയുടെ കണ്ണുനീരിനും സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുറുമ്പുകൾക്കും കിട്ടിയ വഴക്കുകളും അടികളും പോലും ഇന്ന് എനിക്ക് മധുരമുള്ള ഓർമ്മകളാണ്. അപ്പാ, അമ്മേ, നിങ്ങൾക്കായി ഈ ലോകത്ത് നൽകാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല. ദൈവം നൽകിയ എന്നെ ദൈവത്തിന് തന്നെ തിരികെ നൽകാൻ നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സിന് നന്ദി. ഞാൻ അർപ്പിക്കുന്ന ഓരോ ബലിയിലും നിങ്ങളെ ഞാൻ സമർപ്പിക്കും. സ്വർഗത്തിലിരുന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന കുഞ്ഞുമാലാകന്മാരോടൊപ്പം ആനന്ദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി തെരേസയ്ക്ക് ഈ നിമിഷം ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ എൻ്റെ ചേട്ടാ, നീ ഇപ്പോൾ കാനഡയിലാണെങ്കിലും നിൻ്റെ സ്നേഹം എന്നും എപ്പോഴും താങ്ങായി നീ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ നിൻ്റെ ആവശ്യങ്ങളിൽ നിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കാതെ പോയതിൽ എന്നോട് ക്ഷമിക്കണം. നിന്നെ പിരിഞ്ഞ് സെമിനാരിയുടെ ആദ്യ വർഷങ്ങളിൽ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും നീ എനിക്ക് ആരാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. ഓരോ പെരുന്നാൾ കാലത്തും നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ ഓരോ വഴക്കുകളും അടികളും പിണക്കങ്ങളും സത്യത്തിൽ നമ്മളെ കൂടുതൽ സ്നേഹത്തിൽ അടുപ്പിച്ചു. ഈ വലിയ ദിവസത്തിൽ എൻ്റെ ഈ വലിയ മണിക്കൂറിൽ കിറ്റപ്പ, നീ ഇവിടെ എൻ്റെ അരികിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഏറെ കൊതിച്ചിരുന്നു. എന്നേക്കാൾ ഏറെ നീയും അത് ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ ഇതും ദൈവത്തിൻ്റെ നിശ്ചയമായിരിക്കാം. എൻ്റെ ദൈവവിളിയെ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചേട്ടനെയും അഞ്ചു ചേട്ടത്തിയെയും നന്ദിയോടും സ്നേഹത്തോടും ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒടുവിലായി എൻ്റെ മൊമെൻ്റോ കാർഡിൽ ഞാൻ കുറിച്ച വരികൾ എൻ്റെ ഹൃദയതാളമായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച് നിർത്തുന്നു. കാത്തു സൂക്ഷിച്ച നിഷ്കളങ്കതയുടെ ശൈശവുമില്ല എനിക്ക്. പരിപാലിച്ച വിശുദ്ധിയുടെ കൗമാരവുമില്ല. ഇടറിയും പതറിയും പല ആവർത്തി വീണുപോയ യൗവനമാണ് എൻ്റേത്. അർത്ഥപൂർണമായൊരു പ്രാർത്ഥനയാകാൻ കഴിഞ്ഞില്ല എനിക്ക്. കടന്നു വന്ന വഴികളിൽ ഒന്നും തിരുത്താൻ കെൽപ്പില്ലാതെ ഞാൻ മുമ്പിലുള്ള 1000 വഴികളിൽ നിന്ന് അതിശ്രേഷ്ഠമായതൊന്ന് തിരഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. മുറിവേറ്റ ഹൃദയങ്ങളിൽ ഈശോയെപ്പോലെ സ്നേഹമായി ഒഴുകുവാൻ, ക്ഷമയായി മാറുവാൻ, പ്രാർത്ഥനയായി തീരുവാൻ സ്നേഹത്തോടെ നിങ്ങളുടെ ബെഞ്ചമിൻ അച്ഛൻ, പോളച്ചൻ, പോൾസൺ അച്ഛൻ, എല്ലാവർക്കും നന്ദി.